ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കറികളുടെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ആ 2 കറികൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതായത് മത്തങ്ങ ഉടച്ച് കറിയും മത്തി മുളക് കറിയും. ഈ മത്തങ്ങ ഉടച്ച് കറിയും മത്തി മുളക് കറിയും അതിൻ്റെ കൂടെ ഒരു മെഴുക്ക് വരട്ടിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ചോറ് നമ്മൾ എങ്ങനെ കഴിച്ച് തീർക്കുന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ് നമ്മളുടെ ഈ മത്തങ്ങ ഉടച്ച് കറിയും മത്തിക്കറിയും എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ കറികൾ മാത്രമല്ല കോമ്പിനേഷൻ ഉള്ളത്. ഇപ്പോൾ സാമ്പാറും മീൻതോരൻ എന്ന് പറഞ്ഞാൽ അതൊരു അടാറ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ മോരുകറിയും മീൻ വറുത്തതും ഒക്കെ എന്ന് പറഞ്ഞാലും വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുപോലുള്ളൊരു കോമ്പിനേഷനാണ് നമ്മളുടെ ഈ മത്തങ്ങ ഉടച്ച് കറിയും മത്തിമീൻ മുളകിട്ട കറിയും. അപ്പോൾ ഈ 2 കറികളുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ ഉടച്ചുകറി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു കുക്കറിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരിക്കലും വെള്ളം കൂടി പോകരുത്. ഒന്ന് നമുക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ച് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ മതി. 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കിനും മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പരുവം വരെ നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയൊരു മത്തങ്ങ ഞാൻ എടുത്തത് കൊണ്ടാണ് ഒരു തേങ്ങ എടുത്തത്. അപ്പോൾ ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ 8 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. മത്തങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയെ തിളയ്ക്കാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മത്തങ്ങ ഉടച്ചുകറി വെക്കാൻ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്ത് തുടങ്ങുന്ന പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കറിയാണ് ഈ മത്തങ്ങ ഉടച്ചുകറി. അപ്പോൾ ഈ മത്തങ്ങ ഉടച്ചുകറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നെയ്യിൽ കടുക് വറുത്ത് കൊടുത്താൽ ഒന്നുകൂടെ കറിക്ക് ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തങ്ങ ഉടച്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മത്തങ്ങ ഉടച്ചുകറി. അപ്പോൾ നമുക്കിനി വേണ്ടത് അടുത്ത് നമ്മളുടെ മത്തി മുളക് കറി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തിമീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മത്തിമീൻ മുളക് കറി വെക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പച്ചമുളകൊക്കെ ഒന്ന് ഇടയ്ക്ക് കീറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി വരുന്നിടം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണിത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ സ്പൂൺ വെച്ച് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ചാറ് വേണോ അതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പുളി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ ചാറൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ചാറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി. ചാറങ്ങ് ഒരുപാട് വറ്റിക്കുന്നില്ല, കുറച്ച് ചാറോടെ കൂടിയാണ് നമ്മൾ ഈ മീൻകറി റെഡിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തങ്ങ ഉടച്ചുകറിയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടമൊക്കെ കൂട്ടി ചോറ് കഴിക്കാം. അപ്പോൾ നിങ്ങളീ പലർക്കും ഈ കോമ്പിനേഷൻ ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ? നിങ്ങളെല്ലാം അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.